ഒരിക്കൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യനായ പത്രോസിനെ വിളിക്കുന്ന സാഹചര്യത്തിൽ പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചു. എന്നിട്ട് അധ്വാനത്തിന് പ്രതിഫലമൊന്നും കിട്ടാതെ നിരാശയിൽ തൻ്റെ പടകുമായി തടാകത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആ പടകിലേക്ക് യേശു കയറി പത്രോസിനോട് പറയുകയാണ്, നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. പത്രോസിന്റെ നിരാശയെ മാറ്റത്തക്കോണം അവൻ ആഗ്രഹിച്ചിലും ഉപരിയായ വലിയൊരു സമൃദ്ധി ആ പടക് നിറയും, കൂട്ടുപടകിലും നിറയത്തക്കോണം ദൈവം ഒരു സമൃദ്ധിയെ പത്രോസിന് കൊടുത്തു. എന്നിട്ട് പത്രോസ് പറയുന്നു, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, നീ എന്നെ വിട്ടുപോ. പത്രോസിനോട് കർത്താവ് ഒരു കാര്യം പറയുന്നു, ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവർ ആവും. പഴയ നിയമ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാര് അവരനുഗ്രഹിക്കപ്പെട്ടു, അവരുടെ കൂടെ ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അവർ ഭൗതികമായും സാമ്പത്തികമായും ഒക്കെ ഇവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആ ജനം അവരെ നോക്കി പറയും, അവരൊരു ദൈവമക്കളാണ്, അവരെ ദൈവം അനുഗ്രഹിച്ചു. ഇതേ കാഴ്ചപ്പാടിലൂടെയാണ് ഇന്ന് പലപ്പോഴും പുതിയ വിശ്വാസികൾ അല്ലെ പുതിയ നിയമത്തിൽ നമ്മൾ വിശ്വാസികളെ നോക്കുന്നത്. എന്നാൽ നേരെ തിരിച്ചാണ്. നമുക്കുള്ള സാമ്പത്തിക ഭദ്രതയോ ആരോഗ്യ മെച്ച നിലയോ അല്ലെങ്കിൽ നല്ല ജോലിയോ വിദ്യാഭ്യാസമോ ഒന്നുമല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുവെന്നും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയാൻ കാരണം. മറിച്ച് പത്രോസിനോട് യേശു കർത്താവ് പറഞ്ഞു, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകുമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത വാക്യം ഇങ്ങനെ എഴുതി വെച്ചു, അവൻ പടകും അവന് ലഭിച്ച മീനും അവിടെ ഉപേക്ഷിച്ചിട്ട് അവൻ കർത്താവിന്റെ പുറകെ പോയി. ഈ ലോകത്തിന്റെ സമൃദ്ധിയെയും ലോകത്തിന്റെ സിസ്റ്റത്തെയും ലോകം കൊടുക്കുന്ന നന്മകളെയും വേണ്ടാന്ന് വെച്ചിട്ട് അതിലല്ല യേശു കർത്താവിന്റെ ശബ്ദത്തിന് പിന്നാലെ പോകാൻ ഒരു മനസ്സ് എനിക്കുണ്ടെങ്കിൽ അവനാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനും അവന്റെ കൂടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം വസിക്കുന്നത്. സാമ്പത്തിക നന്മകളോ ആരോഗ്യനിലയോ അല്ലെങ്കിൽ പദവിയോ നോക്കിയല്ല ഒരു മനുഷ്യന്റെ ആത്മീയ നില മനസ്സിലാക്കേണ്ടത്. പിന്നെയോ യേശുവിന്റെ വചനത്തിനും ശബ്ദത്തിനും അനുസരിച്ച് ഞാൻ എൻ്റെ കാൽച്ചുവടുകളെ വെക്കുന്നുണ്ടെങ്കിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഈ പകൽക്കാലം നമ്മളെ തന്നെ ശോധന ചെയ്ത് കർത്താവിന്റെ വചനത്തിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.